ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഇത് ഉള്ളതിൽ നമുക്ക് ഏറ്റവും ചേർത്ത് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് കാർ ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന ഒരു ട്രിക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ വണ്ടി ഓടിച്ച് കാണിച്ചു തരുന്നത്. അതായത് ഒരു ഡ്രൈവർ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ ഫ്രണ്ടിലെ ബോണറ്റിന്റെ നീളം കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാറുണ്ട്. അത് അറിയാതെ ജഡ്ജ് ചെയ്യുന്ന ഒരു ട്രിക്കാണ്. അതായത് ഒരുപാട് കാലം വാഹനം ഓടിക്കുന്നതിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു കാര്യമാണിത്. എന്നാൽ വാഹനം പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിലുള്ള ഒരു പ്രോബ്ലം, നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ വണ്ടിയുടെ മുൻവശം മുന്നിലുള്ള ഒബ്ജക്റ്റുകളിൽ തട്ടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ച് ഒരു ട്രാഫിക്കിൽ ഓടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളുടെ വാഹനം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചേർത്ത് പാർക്ക് ചെയ്യുമ്പോൾ മുന്നിലൊരു വണ്ടിയോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ തട്ടാതെ എത്രത്തോളം ഒരു ഡിസ്റ്റൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വാഹനം പാർക്ക് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടേക്കുവാണെങ്കിൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലുള്ള ബെൽ ഐക്കണിൽ ഒന്ന് ഓളമർത്തി കൊടുക്കുക. ഒപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്, ഒന്ന്, നമുക്ക് മുന്നിൽ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ആ ഒരു വണ്ടിയോട് എങ്ങനെ ചേർത്ത് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ മുന്നിൽ ഒരു വണ്ടി ഓടുന്ന സമയത്ത് ആ ഒരു വാഹനത്തെ നമ്മൾ ഓവർടേക്ക് ചെയ്തു പോകുമ്പോൾ എത്ര ഡിസ്റ്റൻസ് ഇടണം, അതിന് നമ്മൾ എങ്ങനെയാണ് കൃത്യമായിട്ട് നമ്മളുടെ വാഹനത്തിലിരുന്ന് മുന്നിലുള്ള വാഹനത്തെ ജഡ്ജ് ചെയ്തുകൊണ്ട് എത്ര സ്പേസ് ഇടണമെന്ന് മനസ്സിലാക്കിയെടുക്കാം. ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എപ്പോഴും ഫുഡ് പെഡലിൻ്റെ കൺട്രോളിങ്, അതായത് ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യണം. വേഗത കൂടിക്കഴിഞ്ഞാൽ മുന്നിലുള്ള വണ്ടിയെ പോയി തട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് വളരെ ശ്രദ്ധയോടെ ചെയ്യുക. അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങൾ നോക്കുക. ഒപ്പം തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിൽ മാത്രമേ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഒരു കാരണവശാലും സെക്കൻഡ് ഗിയറിൽ എടുക്കരുത്. കാരണം മറ്റൊന്നുമല്ല, ഫസ്റ്റ് ഗിയറിലാണെങ്കിൽ നമുക്കൊരു വാഹനത്തെ ഏറ്റവും പതിയെ സ്ലോ ചെയ്ത് നമ്മളുടെ ഇഷ്ടാനുസരണം സ്പീഡ് കൺട്രോൾ ചെയ്യാൻ കഴിയും. അത് തന്നെയല്ല, ഫസ്റ്റ് ഗിയറിൽ എടുത്താലേ നമുക്കത് കൃത്യമായിട്ട് ചെയ്യാനും കഴിയത്തുള്ളൂ. ഓക്കെ, ശ്രദ്ധിച്ച് കാണുക. ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ആക്സിലറേഷൻ പെഡലിലേക്ക് വരുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നിട്ട് നമ്മളിവിടെ റൈറ്റ് സൈഡിലേക്കാണ് ചേരുന്നത്. റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. ഇനി നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ട ട്രിക്ക് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. മാക്സിമം നമ്മളിത് റോഡിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കിടപ്പുണ്ടെങ്കിൽ നമ്മളിത് മാക്സിമം ഇത്തരത്തിലുള്ള ഒരു സ്പേസ് ഇട്ട് തന്നെ കയറുക. ഓക്കെ, റൈറ്റ് സൈഡിലേക്ക് നമ്മളിങ്ങനെ മാക്സിമം ചേരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ നോക്കി, എൻ്റെ കാല് ഹാഫ് ക്ലച്ചിലും ചെറിയ ആക്സിലറേഷനും കൂടെ കൊടുത്താണ് ഞാൻ വാഹനത്തെ നീക്കുന്നത്. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലുണ്ട്. എന്നിട്ട് പതിയെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുന്നു. അപ്പോൾ നമുക്ക് വാഹനത്തെ ഇങ്ങനെ പതിയെ നീക്കാം. എന്നിട്ട് വണ്ടി നിർത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ക്ലച്ചിലും ബ്രേക്കിലും വരിക. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ കാല്, ഇടത്തെ കാല് ക്ലച്ചിലും വലത്തെ കാല് ആക്സിലറേഷൻ പെഡലിലും വരിക. നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലച്ച് ഔട്ടുക, ബ്രേക്കിലേക്ക് വരിക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യാം. ഒരു കാരണവശാലും ക്ലച്ച് പെഡലിൽ നിന്ന് കാലെടുത്ത് ഫ്ലോറിൽ വെക്കരുത്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഈ മാക്സിമം ഈ സൈഡിലേക്ക് ചേർന്നു. എന്നിട്ട് നമ്മൾ സ്റ്റിയറിംഗ് ജസ്റ്റ് ഒന്ന് നേരെയാക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ സ്റ്റിയറിംഗ് നേരെയാക്കുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് മനസ്സിലായില്ലെങ്കിൽ പതിയെ ഒന്ന് വണ്ടി ഒന്ന് ചെറുതായിട്ട് അനക്കി നോക്കുക. നമ്മുടെ വണ്ടി ഈ സൈഡിലേക്കോ അല്ലെങ്കിൽ ഈ സൈഡിലേക്കോ പോകുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് സ്റ്റിയറിങ്ങിനെ നേരെയാക്കാം. ചെറുതായിട്ടൊന്ന് അനക്കി നോക്കിയാൽ മതി. ഓക്കെ, ഇനി നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഇപ്പം മുന്നിൽ കിടക്കുന്ന ആ വണ്ടിയോട് ചേർത്ത് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യണം. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡ് ഗ്ലാസ്സില്ലേ, ഈ ഗ്ലാസിൻ്റെ എൻഡ് ഭാഗമാണ് നിങ്ങൾ ജഡ്ജ് ചെയ്യാനായിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കേണ്ടത്. അത് എങ്ങനെ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രൈവിംഗ് സീറ്റിൽ ഇങ്ങനെ ചേർന്നിരുന്നു കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഏരിയ നോക്കുക. ഈ ഒരു ഏരിയ നോക്കുമ്പോൾ മുന്നിൽ കിടക്കുന്ന ഇത്തരത്തിലുള്ള ഒരു വണ്ടിയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, മുന്നിൽ കിടക്കുന്നത് ചെറിയൊരു വണ്ടിയാണെങ്കിൽ ആ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് മറയുന്ന രീതിയിൽ, അതായത് സെഡാൻ ടൈപ്പ് ഒരു വണ്ടി, ഇത്തരത്തിലുള്ള വണ്ടിയാണെങ്കിൽ നമ്പർ പ്ലേറ്റ് നമുക്ക് മറയുന്ന രീതിയിലേക്ക് നമ്മളുടെ കണ്ണിൽ നിന്ന് നോട്ടം വരുന്നതിനനുസരിച്ച് നിങ്ങൾ വാഹനത്തെ മുന്നോട്ട് കയറ്റി നിർത്തിയാൽ മതി. അത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. എന്നിട്ട് ഇത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി എടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഏകദേശം എനിക്ക് വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് ഒരു പകുതിയോളം അടുത്ത് കാണാം. ഇനി ഞാൻ വണ്ടി മെല്ലെ മുന്നോട്ട് നിൽക്കുകയാണ്.
ഇപ്പോൾ എനിക്കിത് നമ്പർ പ്ലേറ്റ് ഏകദേശം നല്ല രീതിയിൽ തന്നെ മറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ഇത് ഉള്ളതിൽ നമുക്ക് പാർക്ക് ചെയ്യുന്നതിൽ സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസ് ആണ്. എന്നാൽ ഈ ഡിസ്റ്റൻസിലിട്ട് നമുക്ക് വാഹനത്തെ തിരിച്ചു പോകാനും കഴിയും. ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം. അതായത് ഞാനിപ്പോൾ ഇവിടുന്ന് സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞു കയറാൻ കഴിയും. ഒപ്പം തന്നെ ഇവിടെ അത്യാവശ്യം ഒരു 2 പേരുടെ സ്പേസും വാഹനത്തിൻ്റെ ഇടയിലുണ്ടാകും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിങ്ങൾ വാഹനത്തെ പാർക്ക് ചെയ്താൽ മതി. ഒരുപാട് മുട്ടിച്ച് പാർക്ക് ചെയ്യുന്നത് ശരിയല്ല. എല്ലാ സാഹചര്യങ്ങളും നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പാർക്ക് ചെയ്യും. ഇപ്പം നമുക്ക് ആ മുന്നിൽ കിടക്കുന്ന വണ്ടിയുടെ നമ്പർ പ്ലേറ്റേ മറിഞ്ഞിട്ടുള്ളൂ. ഗ്രില്ലിൻ്റെ ഏരിയയും ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡിലെ ആ ഗ്ലാസും റൈറ്റ് സൈഡിലെ ഗ്ലാസും കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ സ്പേസ് ഇടുക. ഇനി ഈ സ്പേസ് ഇട്ടാൽ എന്താണുള്ള ഗുണം? നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ഒടിഞ്ഞു പോകണം. ഈസി ആയിട്ട് തന്നെ ഒടിഞ്ഞു പോകാം. ഒടിഞ്ഞു പോകുന്ന സമയത്ത് നമ്മളുടെ വാഹനം ഈ വണ്ടിയെ തട്ടത്തുമില്ല. അല്ലേ, നിങ്ങൾ നോക്കുക, കണ്ടോ, ഈ വണ്ടിയെ തട്ടാതെ കണ്ടോ, നല്ല സ്പേസ് ഇട്ടാണ് നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞു കയറുന്നത്. തിരിഞ്ഞു കയറി നമുക്ക് ഈസി ആയിട്ട് തന്നെ പോകാൻ കഴിയും. കണ്ടോ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു വണ്ടിയാണെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യുക. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, മുന്നിലൊരു ബസ്സോ ലോറിയോ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? ബസ്സോ ലോറി ആണെങ്കിൽ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട ഡിസ്റ്റൻസ് സെയിം ആണ്. അതായത് ഇപ്പം മുന്നിൽ കിടക്കുന്ന ഈ ഒരു വണ്ടി നിങ്ങൾ നോക്കുക, ഈ ഒരു വണ്ടിയുടെ ഇപ്പം എനിക്ക് വണ്ടിയുടെ ക്ലിയർ ആയിട്ട് ആ ടയർ സഹിതം കാണാം. ഓക്കെ, നിങ്ങൾ നോക്കുക, ആ ടയർ സഹിതം എനിക്ക് കാണാം. അപ്പോൾ ആ ടയർ തൊട്ട് നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ആ ഗ്രില്ല് വരുന്നുണ്ടല്ലോ, ആ ഗ്രില്ലിൻ്റെ ഏരിയ വരെ മറയുന്ന രീതിയിലുള്ള ഒരു സ്പേസ് നിങ്ങളും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഏകദേശം ഒരു 2-3 അടിയെങ്കിലും വീതി വരും. അപ്പോൾ അത്രയും സ്പേസ് മുന്നിൽ ഒരു ബസ്സാണെങ്കിൽ ബസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ബസ്സിന് പൊക്കം കൂടുതലായതുകൊണ്ട് എന്ത് ചെയ്യണം? ബസ്സിൻ്റെ ബാക്കിലെ ടയറിൻ്റെ ആ അടിഭാഗം മുതൽ മേളിലെ ടയറിൻ്റെ ഏകദേശം ഒരു പകുതിയോളം അടുത്ത് വരുന്ന ഒരു ഭാഗം നമ്മൾ പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മുന്നിൽ ഒരു ബസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ജഡ്ജ് ചെയ്യാൻ കഴിയും. ഇനി അതുപോലെ തന്നെ നമുക്ക് മുന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മതിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അങ്ങോട്ട് നമ്മളുടെ വാഹനം മുൻവശം ചേർത്തൊന്ന് പാർക്ക് ചെയ്യണം. ഫ്രണ്ട് ചേർത്ത് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ജഡ്ജ് ചെയ്യാമെന്നുള്ളതും കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ കാല് ക്ലച്ചിലും ബ്രേക്കിലും ആയിട്ടുണ്ടായിരിക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ എനിക്ക് വണ്ടിയുടെ മുൻവശം ഒന്ന് ചേർത്ത് പാർക്ക് ചെയ്യണം. അപ്പോൾ അവിടെ ചെറിയൊരു കട്ടിങ് ഉണ്ട്, അങ്ങോട്ടാണ് നമുക്ക് ചേർത്ത് പാർക്ക് ചെയ്യേണ്ടത്. എന്നാൽ നമ്മുടെ വണ്ടി മുട്ടാനും പാടില്ല. ഞാനിത് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതി അയച്ച് ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വന്ന് നമ്മളിവിടെ ഇങ്ങനെ തിരിയുന്നു. തിരിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ വണ്ടി കുറച്ച് കോണായിട്ടാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് നേരെ കുറച്ച് റിവേഴ്സ് ഗിയർ ഇട്ട് ബാക്കിലേക്ക് എടുക്കാം. നിങ്ങൾ നോക്കുക, ബാക്ക് സൈഡിലേക്ക് എടുക്കുന്നു. ഇപ്പോൾ ഇടത്തെ സൈഡിലേക്കാണ് എൻ്റെ വണ്ടിയുടെ ബാക്ക് പോകേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇടത്തെ സൈഡിലേക്ക് ജസ്റ്റ് സ്റ്റിയറിംഗ് തിരിച്ചിട്ട് ജസ്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് നമ്മുടെ വണ്ടിയെ ബാക്കിലേക്ക് എടുക്കുകയാണ്. ഓക്കെ, ഇനി നിങ്ങൾ ജഡ്ജ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോൾ കറക്റ്റ് നേരെ നിൽക്കുകയാണ്. ഇനി ഞാൻ ഇവിടെ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസിൻ്റെ ഈ ഒരു എൻഡ് ഭാഗം ക്ലിയർ ആയിട്ട് നോക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ ജഡ്ജ് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. ഇപ്പം നിങ്ങൾ നോക്കുക, നമുക്ക് ആ കട്ടിങ്ങിൻ്റെ എൻഡ് ഭാഗം ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ആ എൻഡ് ഭാഗം മുതൽ ആ ഷട്ടറിൻ്റെ ഏരിയ വരെ ഏകദേശം ഒരു 2-3 അടി വീതി മേളിലേക്കുണ്ടാവും. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം ആ ഷട്ടറിൻ്റെ എൻഡ് മറയുന്ന രീതിയിൽ നമ്മളുടെ വാഹനത്തെ മുന്നോട്ട് നീക്കുക. ഈ ഒരു ഏരിയ നമ്മൾ കറക്റ്റ് റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുക. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, വാഹനം മുന്നോട്ട് എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, മുന്നിലേക്ക് വരുന്നു. ഇപ്പം ഈ ഒരു കട്ടിങ് പൂർണ്ണമായിട്ട് മറഞ്ഞു. ഇനി നമുക്ക് ആ ഷട്ടറിൻ്റെ ഏരിയയാണ് പൂർണ്ണമായിട്ട് മറയേണ്ടത്. ഏകദേശം കുറച്ചും കൂടെ അടുത്തോട്ട് വരുന്നു. ഇപ്പോൾ നമുക്ക് ആ ഷട്ടർ ഏരിയ പൂർണ്ണമായിട്ടും മറിഞ്ഞിട്ടുണ്ട്. ഇത് ഉള്ളതിൽ നമുക്ക് ഏറ്റവും ചേർത്ത് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഈ മെത്തേഡ് നിങ്ങൾ കൃത്യം ഒന്ന് ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.